Hello all, welcome to my channel Teacher at Home. Today class we are going to learn the fifth chapter, that is acid, bases and salts. You can start the chapter now. You have learned that acids and alkalis in the previous class. Litmus paper വെച്ചിട്ടൊക്കെ നമ്മൾ അത് ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട് അല്ലേ? ആൽക്കലിയും ആസിഡ് ഒക്കെ pH ന്റെ ബേസിസിൽ above, that is above 7 it will be alkali and below 7 it will be acid. Find the table below using the litmus paper. Characteristic of the substances. Substance taken. ഏതൊക്കെയാ substance? Vinegar, lime water, soap solution and hydrochloric acid. Change in the color of litmus. Litmus ന്റെ color എന്താണ്? Red color ആവുമ്പോൾ characteristic എന്താണ്? Acid. Then the blue color, lime water, it turns blue. Presence of alkali. Next is soap solution, it turns blue. Presence of alkali. Hydrochloric acid, it turns red. Presence of acid. Now let's do another experiment. Take a small piece of zinc in a test tube. Zinc എടുത്തു എന്നിട്ട് എന്താ ആഡ് ചെയ്ത് 2 ml hydrochloric acid using a dropper ഉപയോഗിച്ചിട്ട് നമ്മൾ എന്താ ആഡ് ചെയ്തു? hydrochloric acid ആഡ് ചെയ്തു. Show a burning matchstick at the mouth of the test tube. Mouth of the test tube എന്ത് ഒരു matchstick നമ്മൾ കൊണ്ടുവന്നു. Record the observation. What observation you are getting? A pop sound is being heard. What would be the reason? Hydrogen gas വന്നതുകൊണ്ടാണ് ഒരു പോപ്പ് സൗണ്ട് നമ്മളത് കേട്ടത്. കംപ്ലീറ്റ് ദ കെമിക്കൽ ഇക്വേഷൻ. കെമിക്കൽ ഇക്വേഷൻ എന്താണ്? Zn plus 2HCl അല്ലേ? അപ്പൊ ഇവിടെ എന്താ ZnCl2 എന്ന് പറയുമ്പോൾ Zn-ഉം ഈ 2-ലുള്ള 2 ക്ലോറിനും ZnCl2, ബാക്കി എന്താ ഉള്ളത്? H2 ഹൈഡ്രജൻ ഗ്യാസ് ആണ് പുറത്തു വന്നത്. ആസിഡ് റിയാക്ട് വിത്ത് റിയാക്റ്റീവ് മെറ്റൽസ്. ആസിഡ് റിയാക്റ്റീവ് മെറ്റൽസ് ആയിട്ട് റിയാക്ട് ചെയ്തിട്ട് എന്ത് ഫോം ചെയ്യും? ഹൈഡ്രജൻ ഗ്യാസ് ഫോം ചെയ്യും. With the same gas will the same gas formed when acid react with carbonates? ഈ സെയിം ഗ്യാസ് തന്നെ ഫോം ചെയ്യോ ആസിഡ് കാർബണേറ്റ്സുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ? ലെറ്റ്സ് ഡു ദ എക്സ്പെരിമെന്റ്. ടേക്ക് സം കാൽഷ്യം കാർബണേറ്റ്. എന്താ എടുത്തത്? കാൽഷ്യം കാർബണേറ്റ് എടുത്തു അല്ലെ ഒരു ടെസ്റ്റ് ട്യൂബില്. പിന്നെയോ പിന്നെ ബോയിലിംഗ് ട്യൂബ് ആസ് ഷോൺ ഇൻ ദ ഫിഗർ. ഡൈല്യൂട്ട് ഹൈഡ്രോക്ലോറിക് ആസിഡ്, പിന്നെ ഡൈല്യൂട്ട് ഹൈഡ്രോക്ലോറിക് ആസിഡ് ആഡ് ചെയ്തു അല്ലെ. ദിസ് വിൽ ഫണൽ പാസ് ദ ഇവോൾവിംഗ് ഗ്യാസ് ത്രൂ ക്ലിയർ ലൈം വാട്ടർ ഇൻ എ ടെസ്റ്റ് ട്യൂബ്. ഈ ഗ്യാസിനെ നമ്മൾ ഏതിലേക്ക് പാസ് ചെയ്തു? ലൈം വാട്ടറിലേക്ക് പാസ് ചെയ്തു. Which is the gas that comes through the delivery tube? ആ ഡെലിവറി ട്യൂബിൽ കൂടെ വരുന്ന ഗ്യാസ് ഏതാണ്? കാൽഷ്യം കാർബണേറ്റും എടുത്തു, ഡൈല്യൂട്ട് HCl എടുത്തു. അപ്പൊ നമുക്ക് കിട്ടുന്ന പ്രൊഡക്ട്സ് ഏതാ? കാൽഷ്യം ക്ലോറൈഡ് അല്ലെ, പിന്നെ ഏതാ? കാർബൺ ഡൈ ഓക്സൈഡ്. അപ്പൊ ഗ്യാസ് വന്നത് ഏതാ? കാർബൺ ഡൈ ഓക്സൈഡ്. What is your observation when the gas is passed through clear lime water? ഗ്യാസ് ഈ കാർബൺ ഡൈ ഓക്സൈഡ് ലൈം വാട്ടറിൽ പാസ് ചെയ്ത എന്ത് സംഭവിക്കും? It turns milky. When acid react with carbonate, carbon dioxide is acid carbonate ആയിട്ട് റിയാക്ട് ചെയ്യുന്ന സമയത്ത് എന്താ ഫോം ചെയ്യുക? Carbon dioxide get liberated. Okay. Characteristic given below. Find out the suitable for acids. Turn litmus paper red. ആസിഡിന്റെ പിന്നെന്താണ്? റിയാക്ട് വിത്ത് കാർബണേറ്റ്. കാർബണേറ്റ് ആസിഡ് കാർബണേറ്റ് റിയാക്ട് ചെയ്തിട്ട് എന്ത് ഫോം ചെയ്യും? കാർബൺ ഡൈ ഓക്സൈഡ് ഫോം ചെയ്യും. പിന്നെയോ സോർ ടേസ്റ്റ് ആണ്. ലിബറേറ്റ് ഹൈഡ്രജൻ ഓൺ റിയാക്ഷൻ വിത്ത് ഹൈലി റിയാക്റ്റീവ് മെറ്റൽസ് ലൈക്ക് ഹൈഡ്രജൻ ലിബറേറ്റ് ചെയ്യും അല്ലെ. മെഗ്നീഷ്യം HCl ആയിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ മെഗ്നീഷ്യം ക്ലോറൈഡ് പ്ലസ് ഹൈഡ്രജൻ. സിങ്ക് ഡൈല്യൂട്ട് HCl, സിങ്ക് ക്ലോറൈഡ് പ്ലസ് ഹൈഡ്രജൻ. കോമൺ കമ്പോണന്റ് ഇൻ ആസിഡ്സ്. The name of some familiar acids and the chemical formula are given. That is name of acid പറയുമ്പോൾ hydrochloric acid, chemical formula HCl, nitric acid HNO3, carbonic acid H2CO3, sulfuric acid H2SO4, hydrochloric acid HCl, nitric acid HNO3, carbonic H2CO3, sulfuric H2SO4. Which component is responsible for the common properties of acids? ഏത് കമ്പോണന്റ് ആണ് റെസ്പോൺസിബിൾ? എല്ലാത്തിനും ഒരു കോമൺ പ്രോപ്പർട്ടി ഉണ്ട് അല്ലെ. ഏതാണത്? ഹൈഡ്രജൻ ഗ്യാസ്. Chemical equation showing the formation of oppositely charged ions when dilute hydrochloric acid and nitric acid അല്ലെ. HCl-ഉം HNO3-യും റിയാക്ട് ചെയ്യുമ്പോൾ HCl റിയാക്ട് ചെയ്യുമ്പോൾ H plus Cl minus, HNO3 H plus NO3 minus. Which are the ions present in HCl solution? H plus Cl minus. Ions plus HNO3 H plus NO3 minus. Ion common to both, that is H plus. Properties of acids are due to the presence of hydrogen ions present in them.
Acid are substances which can increase the concentration. Acid എന്ന് പറയുന്നത് എന്താണ്? ഹൈഡ്രജൻ അയോൺസിന്റെ കോൺസെൻട്രേഷൻ ഇൻക്രീസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും അല്ലെ aqueous സൊല്യൂഷനിൽ. Since H plus ions have no independent existence, they combine with അല്ലെ അതിന് ഒറ്റയ്ക്ക് അങ്ങനെ നിൽക്കാൻ പറ്റില്ല H plus ions. അപ്പൊ എന്ത് ചെയ്യും? വാട്ടർ മോളിക്യൂൾസ് ആയിട്ട് കമ്പൈൻ ചെയ്തിട്ട് അത് എന്ത് ഫോം ചെയ്യും? ഹൈഡ്രോണിയം അയോൺസ് ഫോം ചെയ്യും. H plus ions have no independent existence. അപ്പോൾ എന്ത് ചെയ്യും? Combine with water to form hydronium ions. Hydronium ions പറയുമ്പോൾ H3O plus. H plus H2O gives H3O plus. The acids present in lime juice, curd, tamarind, vinegar, etc. The natural substance with a sour taste. With a sour taste and which can be used in daily life. Organic acid in low concentration. Sour taste lemon, tamarind, vinegar and sour taste. All acids are not to be tasted. Mineral acid hydrochloric acid, sulfuric acid, nitric. They are strong acids. Basicity of acid. The chemical equation for the ionization of HCl, H plus and Cl minus. How many hydrogen ions are released when one molecule of HCl is ionized? One molecule ionized how many molecules release? Only one. Number of hydrogen ions that can be donated by one molecule of acid is its basicity. അപ്പോൾ എത്ര ഹൈഡ്രജൻ അയോൺ ആണോ ഡൊണേറ്റ് ചെയ്യാൻ പറ്റുന്നത്? ഒരു ആസിഡിനെ എത്ര അയോൺസ് ഹൈഡ്രജൻ അയോൺസ് ആണോ ഡൊണേറ്റ് ചെയ്യാൻ പറ്റുന്നത് അതിനെയാണ് അതിന്റെ എന്താ ബെസിസിറ്റി എന്ന് പറയുന്നത്. ഒരു ഹൈഡ്രജൻ അയോൺസിന് എത്രമാത്രം the number of hydrogen ion that can be donated. അപ്പോൾ എത്ര ഹൈഡ്രജൻ അയോൺ ആണോ നമുക്ക് ഡൊണേറ്റ് ചെയ്യാൻ പറ്റുന്നത് ഒരു മോളിക്യൂൾ ഓഫ് ആസിഡിന് അതാണ് അതിന്റെ എന്താ ബെസിസിറ്റി. ഇത് ബെസിസിറ്റി 1 ആണെങ്കിൽ അതിനെന്താ മോണോബേസിക് ആസിഡ് എന്ന് പറയും. Ionization of nitric acid and its basicity. That is 1 for monobasic and nitric acid means H plus NO3 minus. Chemical equation for sulfuric acid എന്ന് പറയുമ്പോൾ H2SO4 അല്ലേ? അപ്പോൾ ഒരു H അവിടെ തന്നെ നിൽക്കുമ്പോൾ എന്താവും? വേറെ ഒരു H HSO4 ആയിട്ട് റിയാക്ട് ചെയ്യും ബൈസൾഫേറ്റ് അയൺ. പിന്നെ HSO4 അതിന് പിന്നെയും സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ എന്താവും? H plus SO4 2 minus സൾഫേറ്റ് അയൺ. How many hydrogen ions are released? അപ്പോൾ ഇതിൽ എത്ര രണ്ട് ഹൈഡ്രജൻ അയോൺസ് ആണ് റിലീസ്ഡ്. ബെസിസിറ്റി 2 ആണെങ്കിൽ ഡൈബേസിക്. കംപ്ലീറ്റ് ദ അയണൈസേഷൻ പ്രൊസീജിയർ. H3PO4 PO4 ഇവിടെ ഉണ്ട് അല്ലേ? that is PO4 that is H plus 3H plus കാരണം H3 ആണ്. അപ്പോൾ 3H plus. ബെസിസിറ്റി ഓഫ് H3PO4 ബെസിസിറ്റി എത്രയാണ്? 3 ആണ്. ബെസിസിറ്റി 3 ആണെങ്കിൽ അതിനെന്താ പറയുക? ട്രൈ ബേസിക് ആസിഡ് എന്ന് പറയും അല്ലേ? H3PO4 എന്ന് പറയുമ്പോൾ ഇതിൽ PO4 ഓൾറെഡി റിലീസ്ഡ് ആയി. PO4 3 മൈനസ്. അപ്പോൾ ബാക്കിയുള്ളത് H3 ആണ്. അപ്പോൾ യു ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് 3H. ബെസിസിറ്റി വന്നിട്ട് 3. ബെസിസിറ്റി 3 ആണെങ്കിൽ ഇറ്റ് ഈസ് എ ട്രൈ ബേസിക് ആസിഡ്. Some acids are given in the box. Find out the monobasic and dibasic etc. Monobasic ഏതൊക്കെയാ? HNO3, HCl monobasic. Bi എന്ന് പറയുമ്പോൾ 2 ഉള്ളത് H2CO3, H2SO3, H2SO4. Then tri means H3PO4. The equation of the reaction it is H2O plus CO2 gives H2CO3. That is the carbonic acid. It is a dibasic acid. Similarly, complete the equation. H2O വാട്ടറും കാർബൺ ഡൈ ഓക്സൈഡും റിയാക്ട് ചെയ്യുമ്പോൾ കാർബോണിക് ആസിഡ് ഫോം ചെയ്യും. അത് ഡൈബേസിക് ആണ്. കംപ്ലീറ്റ് ദ ഇക്വേഷൻ ഡിസൊല്യൂഷൻ ഓഫ് SO2 ഇൻ വാട്ടർ. SO2 വെള്ളത്തിൽ ലയിക്കുമ്പോൾ എന്താ സംഭവിക്കുക? SO2 വാട്ടർ എന്ന് പറയുന്നത് H2O, SO പ്ലസ് SO2. അപ്പോൾ H2SO3 സൾഫ്യൂറസ് 3 ഉള്ളത് കണ്ട് സൾഫ്യൂറസ്. SO4 ആവുമ്പോഴോ സൾഫ്യൂറിക്. ഓക്കെ, SO3 ആയതുകൊണ്ട് സൾഫ്യൂറസ്. CO2, SO2, NO2 are non-metallic oxide. ഇത് മൂന്നും കാർബൺ ഡൈ ഓക്സൈഡും സൾഫർ ഡൈ ഓക്സൈഡും നൈട്രിക് ഓക്സൈഡ് എന്തൊക്കെയാണ്? നൈട്രജൻ ഡൈ ഓക്സൈഡ് ഒക്കെ എന്താണ്? നോൺ മെറ്റാലിക് ഓക്സൈഡ്സ് ആണ്. Compounds formed by the reaction are with water are acidic. In industrial area and townships, the chance of air pollution are very high. Such regions, air pollution ഉള്ള റീജിയൻസിൽ നമ്മളൊക്കെ ഇതൊക്കെ കാണാൻ പറ്റും. എന്തൊക്കെയാണ്? സൾഫർ ഡൈ ഓക്സൈഡ്, നൈട്രജൻ ഡൈ ഓക്സൈഡ് അതൊക്കെ നമുക്ക് കാണാൻ പറ്റും. റീച്ച് ദ അറ്റ്മോസ്ഫിയർ ഇൻ ലാർജ് എമൗണ്ട്. ലാർജ് എമൗണ്ടിലാണ് അറ്റ്മോസ്ഫിയറിൽ അത് പ്രസന്റ് ആയിരിക്കുക.
This gas dissolved in rainwater and reached the soil as acids. റെയിൻ വാട്ടർ ആയിട്ട് ലയിച്ചിട്ട് അത് എന്തായിട്ടാണ് തിരിച്ചു വരിക? ആസിഡ് ആയിട്ട് തിരിച്ചു വരും. അതുകൊണ്ട് അതിന് എന്ത് പറയും? ആസിഡ് റെയിൻ എന്ന് പറയും. Acidic oxides such as sulfur dioxide, oxides of nitrogen, sulfur dioxide, oxides of nitrogen are released into the atmosphere. Gases are carried by the wind. Gases dissolve in rain. Rain. അപ്പോൾ ഈ gases അതായത് ഈ ഫാക്ടറീസ് നിന്നൊക്കെ ഡിസ്ചാർജ് ചെയ്യുന്ന ഗ്യാസസ് അല്ലെ, അസിഡിക് ആയിട്ടുള്ള ഗ്യാസസ് ലൈക്ക് സൾഫർ ഡയോക്സൈഡ്, ഓക്സൈഡ്സ് ഓഫ് നൈട്രജൻ എന്താ അറ്റ്മോസ്ഫിയർ ആയിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ അത് വിൻഡുമായിട്ട് ക്യാരി ചെയ്തിട്ട് എന്ത് ഫോം ചെയ്യും? റെയിൻ ആയിട്ട് ഫോം ചെയ്യും. ബട്ട് ദ റെയിൻ വാട്ടർ ഇറ്റ് ഈസ് ആക്ച്വലി ദ ആസിഡ് റെയിൻ. വാട്ട് ആർ ദ എൻവയോൺമെന്റൽ പ്രോബ്ലംസ് കോസ്ഡ് ബൈ ദ ആസിഡ് റെയിൻ? എന്തൊക്കെ പ്രോബ്ലംസ് ആണ് ക്രിയേറ്റ് ചെയ്യുന്നത്? Plants lose their ability to produce carbonates through photosynthesis as their leaves are അപ്പോൾ പ്ലാന്റ്സ് എന്താണ് കാർബോഹൈഡ്രേറ്റ് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കഴിവ് തന്നെ നഷ്ടമാവും അല്ലേ? ഫോട്ടോസിന്തസിസ് ലീവ്സ് ഇലകളൊക്കെ നശിച്ചു പോയി കഴിഞ്ഞാൽ ഫോട്ടോസിന്തസിസ് നടക്കുമോ? നടക്കില്ല. സിവിയർ ആസിഡ് റെയിൻ ഡിസ്ട്രോയ്സ് ദ ഗ്രീനറി ഓഫ് എ റീജിയൻ. ഇപ്പൊ കണ്ടമാനം ആസിഡ് റെയിൻ ആണ് വന്നുകൊണ്ടിരിക്കുന്നത്. എന്താണ്? നമ്മുടെ മൊത്തം പച്ചപ്പ് തന്നെ നശിച്ചു പോകും. ആസിഡിക് നേച്ചർ ഓഫ് വാട്ടർ കോസസ് ദ ഡെത്ത് ആൻഡ് ഡിസ്ട്രക്ഷൻ ഓഫ് ഫിഷ് ആൻഡ് കോറൽസ്. അപ്പൊ പ്ലാന്റ്സിന് മാത്രമാണോ ഇത് ഹാനികരമാവുക? അല്ല, മീനുകൾക്കും ചെപ്പുകൾക്കും ഒക്കെ it will be harmful. What measures has to be taken against environmental issues caused? എന്ത് മെഷേഴ്സ് ആണ് നമുക്ക് എടുക്കാൻ പറ്റുക? Reduce excessive use of fossil fuels. Before using fossil fuels, remove sulfur compounds from them as far as possible. അല്ലേ? അപ്പൊ ഈ ഫ്യൂവൽസ് ദാറ്റ് ഈസ് പൊല്യൂഷൻ ക്രിയേറ്റ് ചെയ്യണ ഫ്യൂവൽസ് ഒഴിവാക്കുക. പിന്നെന്താണ്? അതിൽ സൾഫർ കമ്പൗണ്ട്സ് മാക്സിമം ഒഴിവാക്കുക. ബിക്കോസ് ദാറ്റ് ഈസ് ദ സൾഫർ കമ്പൗണ്ട്സ് വിച്ച് ഈസ് കോസിംഗ് ദ ആസിഡ് റെയിൻ. Alkali, you have learned the common characteristic of alkali. Burn a neatly rubbed and cleaned magnesium ribbon. Record the observation. Record the observation. Find its nature using litmus paper. That is its observation using the litmus paper, that is MgO. Chemical equation എന്ന് പറയുമ്പോൾ MgOവും വെള്ളവുമായിട്ട് ലയിച്ചിട്ട് എന്ത് ഫോം ചെയ്യും? മെഗ്നീഷ്യം ഹൈഡ്രോക്സൈഡ്, ദാറ്റ് ഈസ് MgOH ട്വൈസ് ഫോം ചെയ്യും അല്ലേ? Take some water in a beaker. Add some quicklime. Quicklime means calcium oxide. Quicklime means calcium oxide. അപ്പം നമ്മൾ ഒരു ബീക്കറിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് അതിലേക്ക് എന്ത് ആഡ് ചെയ്തു? ക്യുക്ലൈം, ദാറ്റ് ഈസ് കാൽഷ്യം ഓക്സൈഡ് ആഡ് ചെയ്തിട്ട് സ്റ്റിർ ചെയ്യുക. Take some clear solution in a test tube from the beaker and add a drop of. അതിൽ നിന്ന് നമ്മൾ എന്ത് നമ്മൾ ക്ലിയർ ആയിട്ടുള്ള ഒരു സൊല്യൂഷൻ അല്ലെ, ക്ലിയർ ആയിട്ടുള്ള ഒരു സൊല്യൂഷൻ എടുത്തിട്ട് ടെസ്റ്റ് ട്യൂബിലേക്ക് ആഡ് ചെയ്തിട്ട് എന്താ? ഡ്രോപ്പ് ഓഫ് റെഡ് ലിറ്റ്മസ് സൊല്യൂഷൻ. വാട്ട് ഡു യു ഒബ്സർവ്? That is a red litmus paper. It is being taken to the, what do you observe? That is the blue color will be observed. For alkali it will be giving blue color. For acid it is giving red color. What is the substance formed when calcium oxide reacts with water? Calcium oxide react with water ആകുമ്പോൾ എന്ത് ഫോം? കാൽഷ്യം ഹൈഡ്രോക്സൈഡ് ഫോം ചെയ്യും അല്ലെ? CaOH twice form ചെയ്യും. What do you infer from the nature of the substance from the litmus test? That is, are MgO and CaO metallic oxide or non-metallic oxides? ഇതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. മെറ്റാലിക് ഓക്സൈഡ് ജനറലി എക്സിബിറ്റ് ക്യാരക്ടറിസ്റ്റിക് ഓഫ് മെറ്റാലിക് ഓക്സൈഡ്സ് എന്ന് പറയുമ്പോൾ അവർക്ക് എന്താണ്? ബേസിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. ദ ബേസ് ദാറ്റ് ഡിസോൾവ് ഇൻ വാട്ടർ ആർ കോൾഡ് ആൽക്കലി അല്ലേ? ബേസ് വെള്ളത്തിൽ ലയിക്കുമ്പോൾ അത് എന്തായിട്ട് ഫോം ചെയ്യും? ആൽക്കലി. മെറ്റാലിക് ഓക്സൈഡിന് എന്ത് ക്യാരക്ടറിസ്റ്റിക്സ് ഉള്ള? ബേസിന്റെ ക്യാരക്ടറിസ്റ്റിക് ഉള്ളത്. ആ ബേസ് വെള്ളമായിട്ട് ലയിക്കുമ്പോഴാണ് എന്ത് ഫോം ചെയ്യുക? ആൽക്കലി ഫോം ചെയ്യുക. From the oxide, find out the basic oxide. Basic oxide ഇതിൽ ഏതൊക്കെയാണ്? That is metallic oxides means MgO, CaO and K2O. അപ്പോൾ basic എന്ന് പറയുമ്പോൾ SO2, P2O5 and NO2. Chemical names and formula of the some familiar alkalis are given. Like chemical name of alkalis എന്ന് പറയുമ്പോൾ sodium hydroxide NaOH, calcium hydroxide എന്ന് പറയുമ്പോൾ CaOH twice, ammonia hydroxide NH4OH, potassium hydroxide KOH. അപ്പോൾ calcium hydroxide CaOH twice, potassium hydroxide KOH.
bases and alkalis. All bases are not alkalis. എല്ലാ ബേസും എന്താണ്? ആൽക്കലീസ് അല്ല. വാട്ടർ സോളുബിൾ ബേസസ് ആർ കോൾഡ് ആൽക്കലീസ്. വെള്ളത്തിൽ ലയിക്കുന്നവയാണ് നമ്മൾ എന്ത് പറയുക? ആൽക്കലീസ് എന്ന് പറയുക. NaOH and KOH are alkalis. But even though AlOH twice and CuOH twice are bases, Al ഉം C യും എന്താണ്? ബേസ് ആണ്. They are not considered alkali, they are not soluble in water. അതായത് NaOH സോഡിയം ഹൈഡ്രോക്സൈഡും പൊട്ടാഷ്യം ഹൈഡ്രോക്സൈഡും എന്താണ്? ആൽക്കലിയാണ്. കാരണം അവര് വെള്ളത്തിൽ ലയിക്കും. പക്ഷേ അലുമിനിയം ഹൈഡ്രോക്സൈഡും കോപ്പർ ഹൈഡ്രോക്സൈഡും ബേസ് ആണ്. But they are not alkalis because they are not soluble in water. Metallic oxide are generally basic in nature. Metallic oxides അല്ലേ, അത് natural ആയിട്ട് basic nature ആണ്. Few of them has characteristic of base and also acids. ബേസിന്റെയും ആസിഡിന്റെയും പ്രോപ്പർട്ടീസ് ഷോ ചെയ്യുമ്പോഴാണ് അവരിനെ നമ്മൾ എന്ത് പറയാ? ആംഫോടെറിക് ഓക്സൈഡ്സ് എന്ന് പറയുക. എക്സാമ്പിൾ Al2O3, ZnO. They react with acid as well as base. Observe the equation in the dissolution of sodium hydroxide in water. Sodium hydroxide split ചെയ്ത് എന്ത് ഫോം ചെയ്യും? Na plus OH minus hydroxide ion. Complete the equation. കാൽഷ്യം ഹൈഡ്രോക്സൈഡിനെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്യുകയാണ് അല്ലെ. കാൽഷ്യം ഹൈഡ്രോക്സൈഡിനെ സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുക? കാൽഷ്യം Ca2 plus plus 2OH ഇത് കിട്ടി അല്ലെ, Ca കിട്ടി. ഇനി എന്താ ഉള്ളത്? 2OH minus. Which is a common ion released when alkali is dissolved in water. ആൽക്കലി വെള്ളത്തിൽ ലയിക്കുമ്പോൾ എന്താണ് റിലീസ് ചെയ്യണത്? OH ഹൈഡ്രോക്സൈഡ് അയോൺ ആണ് റിലീസ് ചെയ്യുന്നത്. ആൽക്കലി a substance which can increase the concentration. നമ്മൾ പറഞ്ഞു അല്ലെ, ആൽക്കലി എന്താണ്? ആസിഡ് ഹൈഡ്രജന്റെ കോൺസെൻട്രേഷൻ കൂട്ടുകയാണെങ്കിൽ ആൽക്കലീസ് എന്താ ചെയ്യുക? ഹൈഡ്രോക്സൈഡ് അയോണിന്റെ കോൺസെൻട്രേഷൻ aqueous സൊല്യൂഷനിൽ കൂട്ടും. The common name of some alkalis and the chemical names are given. എന്തൊക്കെയാ? caustic soda, sodium hydroxide, NaOH. sodium hydroxide ഫോർമുല NaOH. അതിനെയാണ് നമ്മൾ എന്ത് പറയാ? caustic soda എന്ന് പറയാ. milk of lime, calcium hydroxide, CaOH twice. caustic potash, potassium hydroxide, KOH. അപ്പോൾ കോമൺ നെയിം caustic soda എന്ന് പറയുന്നത് എന്താണ്? സോഡിയം ഹൈഡ്രോക്സൈഡ് NaOH. milk of lime, calcium hydroxide, CaOH twice. caustic potash itself, potassium hydroxide, KOH. Arrhenius theory. The equation representing the ionization of some acid and alkali given below. Filling the blanks. HCl നെ സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ എന്ത് ഫോം ചെയ്യും? H plus and Cl minus. KOH നെ സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ K plus and OH minus. H2CO3 സ്പ്ലിറ്റിംഗ് ചെയ്യുമ്പോൾ H plus, that is 2H plus അല്ലേ, 2 ഹൈഡ്രജൻ ഉണ്ട്, അതിനെ നമുക്ക് കൊടുക്കണം. അപ്പൊ 2H plus CO3 2 minus. NH4OH സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ NH4 പിന്നെന്താണ്? OH minus. HNO3 H plus NO3 minus. Then next 1887 the Swedish scientist Arrhenius put forward a scientific theory regarding the acid and bases. He proposed that any acid or base when dissolved in water dissociate to acid or base or എന്തെങ്കിലും ഒരു സബ്സ്റ്റൻസ് വെള്ളത്തിൽ ലയിക്കുകയാണെങ്കിൽ അത് എന്ത് ഫോം ചെയ്യും? അയോൺസ് ഫോം ചെയ്യും അല്ലേ. According to this theory, acid are substance which liberate hydrogen ions in acid എന്ന് പറയുന്നത് എന്താണ്? ഹൈഡ്രജൻ അയോൺസ് ലിബറേറ്റ് ചെയ്യും. എന്തില്? aqueous സൊല്യൂഷനിൽ. ബേസ് ആണെങ്കിലോ ഹൈഡ്രോക്സൈഡ് അയോൺസ് അല്ലെ. നമ്മൾ പറഞ്ഞു ആസിഡ് ഹൈഡ്രജൻ അയോൺ ലിബറേറ്റ് ചെയ്യുമ്പോൾ ബേസ് എന്താണ്? ഹൈഡ്രോക്സൈഡ് അയോൺസ് aqueous സൊല്യൂഷനിൽ ലിബറേറ്റ് ചെയ്യും. ന്യൂട്രലൈസേഷൻ റിയാക്ഷൻ. What happens when dilute hydrochloric acid, dilute sodium hydroxide are mixed? രണ്ടും മിക്സ് ചെയ്തിട്ട് നമ്മൾ ഒരു എക്സ്പെരിമെന്റ് ചെയ്യണം. ടേക്ക് 50 ml അല്ലേ, 50 ml എന്തെടുത്തു? ഡൈല്യൂട്ട് ഹൈഡ്രോക്ലോറിക് ആസിഡിനെ ബ്യൂറേറ്റ്. ഇതാണ് ലോങ് ട്യൂബ് ലൈക്ക് സ്ട്രക്ചർ വിത്ത് എ നോസിൽ അറ്റ് ഇറ്റ്സ് എൻഡ്, ഒരു പൈപ്പ് പോലെ ഉണ്ടാവും. അപ്പൊ അതിനെയാണ് നമ്മൾ എന്ത് പറയാ? ബ്യൂറേറ്റ് എന്ന് പറയാ. അതിലേക്ക് എന്താ എടുത്തിരിക്കുന്നത്? 50 ml ഡൈല്യൂട്ട് HCl ആണ് എടുത്തിരിക്കുന്നത്. യൂസിങ് എ പിപ്പറ്റ് മെഷർ 20 ml ഓഫ് ഡൈല്യൂട്ട് NaOH സൊല്യൂഷൻ ഇൻ എ കോണിക്കൽ ഫ്ലാസ്ക്. അപ്പൊ ഇതാണ് കോണിക്കൽ ഫ്ലാസ്ക്. ഇതിലേക്ക് നമ്മൾ പിപ്പറ്റ് ഉപയോഗിച്ചിട്ട് 20 ml ഡൈല്യൂട്ട് സോഡിയം ഹൈഡ്രോക്സൈഡ് എടുത്തു, കോണിക്കൽ ഫ്ലാസ്കിലേക്ക് ആഡ് ചെയ്തു. ആഡ് 1 or 2 drops ഓഫ് ഫിനോഫ്തലീൻ അല്ലെ. ഫിനോഫ്തലീൻ ആഡ് ചെയ്യുമ്പോഴാണ് പിങ്ക് കളർ ലഭിക്കുക നമുക്ക്. സോഡിയം ഹൈഡ്രോക്സൈഡിലേക്ക് നമ്മൾ ആഡ് ചെയ്തു. Note down the color of the solution. Color pink color ആണ് അല്ലെ. The color of phenolphthalein. Hold the conical flask below the burette and add dilute HCl gradually.
എന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു? ഈ നോസിലിന്റെ അവിടേക്ക് നമ്മുടെ കൈ അല്ലെ, കൈ കൊണ്ടുവന്നിട്ട് അത് മെല്ലെ ഒന്ന് തിരിക്കുക. അപ്പൊ ഡ്രോപ്പ് ബൈ ഡ്രോപ്പ് ആയിട്ട് ഓരോ ഇറ്റ് ആ കോണിക്ക ഫ്ലാസ്കിലേക്ക് വീഴും. ആ വീണ സമയത്ത് തന്നെ നമ്മൾ എന്ത് ചെയ്യണം? ഷേക്ക് ചെയ്തുകൊണ്ടേയിരിക്കണം. ഇറ്റ് ഷുഡ് ബി ഷേക്കൺ ഇൻ എ സർക്കുലർ വേവ്. സർക്കുലർ വേവ്സ് ആയിട്ട് ഷേക്ക് ചെയ്തുകൊണ്ടിരിക്കണം. ഒബ്സർവ് ദ കളർ ചേഞ്ച് സോഡിയം ഹൈഡ്രോക്സൈഡ്. അപ്പൊ നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റും കുറെ ഡ്രോപ്സ് വീണ ശേഷം ഈ സോഡിയം ഹൈഡ്രോക്സൈഡിന്റെ കളർ ഒന്ന് ഫെയ്ഡ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ഡ്രോപ്പ് ബൈ ഡ്രോപ്പ് ആൻഡ് സ്റ്റർ. സ്റ്റോപ്പ് ആഡിങ് വെൻ ദ കളർ ഡിസപ്പിയേഴ്സ്. അപ്പൊ എന്ത് ചെയ്യണം? ഈ HCl ആഡ് ചെയ്യുന്നത് സ്റ്റോപ്പ് ചെയ്യണം. എപ്പോഴാണോ കളർ ഫെയ്ഡ് ചെയ്യാൻ തുടങ്ങിയത് അപ്പൊ സ്റ്റോപ്പ് ചെയ്യുക. ദെൻ ആഡ് 1 ഡ്രോപ്പ് ഓഫ് HCl. എന്നിട്ട് ഒന്നും കൂടെ ഒന്ന് ആഡ് ചെയ്യുക. അപ്പൊ കംപ്ലീറ്റ് ആയിട്ട് ഈ കളർ ഡിസപ്പിയർ ആവും. അതാണ് നമ്മുടെ എന്താ റീഡിംഗ് ആയിട്ട് എടുക്കേണ്ടത്, ബ്യൂററ്റിലെ റീഡിംഗ് ആയിട്ട് എടുക്കേണ്ടത്. Record the volume of HCl consumed by noting the level of the acid in the burette. What was the color of when phenolphthalein added? Phenolphthalein add ചെയ്തപ്പോൾ എന്താണ്? Pink color അല്ലേ? So what nature of the sodium hydroxide is indicated? Sodium hydroxide എന്ത് nature ആണ്? Alkaline nature. What do you infer from the decrease in the intensity? അപ്പൊ ഈ decrease in the intensity എന്താ മനസ്സിലാക്കി തരുന്നത്? NOHന്റെ കോൺസെൻട്രേഷൻ കുറഞ്ഞു വരിക, ഡിക്രീസ് ആണ് നമ്മളിവിടെ സൂചിപ്പിച്ചിരിക്കുന്നത്. കളർ ഡിസപ്പിയേഴ്സ് കംപ്ലീറ്റ്ലി ഇഫ് ദർ ഇസ് സോഡിയം ലെഫ്റ്റ് ബിഹൈൻഡ് ഇൻ ദ. അപ്പൊ എന്താണ്? സോഡിയം ഹൈഡ്രോക്സൈഡ് ഒന്നും ആ കോണിക്ക ഫ്ലാസ്കിൽ ഒരു തരി പോലും കാണില്ല. And a few drops of NaCl to a completely decolorized solution. What change you observe? What will be the reason? സൊല്യൂഷൻ എന്താവും? പിങ്ക് കളർ ആവും. കാരണം അത് ആൽക്കലൈൻ സൊല്യൂഷൻ ആണ്. ഡൈല്യൂട്ട് HCl ആഡ് ചെയ്യുക, പിന്നെ സ്റ്റിർ ചെയ്യുക. വാട്ട് ദ കളർ ഓഫ് ദ സൊല്യൂഷൻ ഡിസപ്പിയർ. പിന്നെ എന്താവും? ഡിസപ്പിയർ ചെയ്തുകൊണ്ടിരിക്കും അല്ലെ. ആസിഡ് ആൻഡ് ആൽക്കലി റിയാക്ട് വിത്ത് ഈച്ച് അതർ ടു നള്ളിഫൈ ദെയർ ഇൻഡിവിജ്വൽ പ്രോപ്പർട്ടി. ആസിഡും ആൽക്കലി എന്താണ്? തമ്മിൽ റിയാക്ട് ചെയ്യും. ടിൽ എങ്ങനെ? നള്ളിഫൈ ദെയർ ഇൻഡിവിജ്വൽ പ്രോപ്പർട്ടി. അവരുടെ പ്രോപ്പർട്ടി ഡിസപ്പിയർ ചെയ്യണ വരെ അവര് റിയാക്ട് ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനത്തെ റിയാക്ഷനെയാണ് നമ്മൾ എന്ത് പറയുക? ന്യൂട്രലൈസേഷൻ റിയാക്ഷൻസ് എന്ന് പറയുക. Write the chemical equation for the neutralization reaction between sodium hydroxide and the NaOH. HCl dilute hydrochloric acid, HCl. React ചെയ്യുമ്പോൾ എന്ത് ഫോം ചെയ്യും? NaCl plus H2O. The volume of HCl using for neutralization of 20 ml NaOH in the earlier experiment. Change the concentration of the acid and repeat the experiment. Is there any change in the volume of dilute HCl? Yes, volume change ഉണ്ട് അല്ലെ. എങ്ങനെയാണ്? കോൺസെൻട്രേഷൻ ആസിഡ് ചേഞ്ച് ചെയ്യുമ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ആസിഡിന്റെ കോൺസെൻട്രേഷൻ ഇൻക്രീസ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക? H+ അയോൺസിന്റെ കോൺസെൻട്രേഷനും ഇൻക്രീസ് ചെയ്യും. Now you understand the concentration of an important factor for neutralization അല്ലേ. When the acid level in the stomach is high, ആസിഡ് ലെവൽ ഇൻക്രീസ് ചെയ്യുമ്പോൾ എന്ത്? അൾസർ ക്രിയേറ്റ് ചെയ്യും അല്ലെ. ആസിഡ് ലെവൽ കണ്ടമാനം ഇൻക്രീസ് ചെയ്യരുത്, അൾസർ ഉണ്ടാക്കും. Used for reducing acid are known as antacid. What type of substance are present? Antacid എന്താണ്? ആൽക്കലൈൻ സബ്സ്റ്റൻസ് ആണ് പ്രസന്റ് ചെയ്യുക. ആസിഡിനെ ന്യൂട്രലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആന്റാസിഡ് പ്രസന്റ് ചെയ്യുന്നത് അല്ലെ. ഹൈഡ്രോക്ലോറിക് ആസിഡ് പ്രൊഡ്യൂസ്ഡ്. നമ്മുടെ വയറ്റിൽ എന്താ ഉള്ളത്? ഹൈഡ്രോക്ലോറിക് ആസിഡ് ഉണ്ട്. അത് ഹെൽപ്പ് എന്തിനാണ്? ഡൈജഷൻ പ്രോസസ്സിനെ ഹെൽപ്പ് ചെയ്യും. ബട്ട് ആൻ ഇൻക്രീസ് ഇൻ ദ ആസിഡ് ലെവൽ റിസൾട്ട്സ് ഇൻ അസിഡിറ്റി. കണ്ടമാനം ഇൻക്രീസ് ആകുമ്പോൾ ആസിഡ് ലെവൽ കൂടുകയാണെങ്കിൽ അത് എന്തുണ്ടാക്കും? അസിഡിറ്റി ഉണ്ടാക്കും. Which in turn lead to peptic ulcer and cancer. അപ്പൊ അസിഡിറ്റി കണ്ടമാനം കൂടുകയാണെങ്കിൽ എന്താ സംഭവിക്കുക? പെപ്റ്റിക് അൾസറും ക്യാൻസറും ഉണ്ടാക്കും. ആന്റാസിഡ് എന്ന് പറയുന്നത് എന്താണ്? ഈ അൾസർ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെ. അസിഡിറ്റി, സ്റ്റൊമക്കിലുള്ള അസിഡിറ്റി റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യണത്? ആന്റാസിഡ് കൊടുക്കുന്നത്. കെമിക്കൽസ് ലൈക്ക് കാൽഷ്യം കാർബണേറ്റ്, അലുമിനിയം കാർബണേറ്റ്, aluminum hydroxide, sodium bicarbonate and magnesium hydroxide are the main components. അപ്പൊ ഈ ആന്റാസിഡ് കമ്പോണൻസ് ഏതൊക്കെയാന്ന് പറഞ്ഞാൽ ഏതൊക്കെയാ? കാൽഷ്യം കാർബണേറ്റ്, അലുമിനിയം കാർബണേറ്റ്, അലുമിനിയം ഹൈഡ്രോക്സൈഡ്, സോഡിയം ബൈകാർബണേറ്റ്, മഗ്നീഷ്യം ഹൈഡ്രോക്സൈഡ്. ഇതൊക്കെയാണ് ആന്റാസിഡിന്റെ കമ്പോണൻസ്. ആസിഡ് ഓർ ബേസ് that take place in the slaked lime sprinkled in farms with acid soil. അപ്പൊ ഇതാണ് നമ്മൾ ചുണ്ണാമ്പൊക്കെ ആഡ് ചെയ്യണമെന്ന് പറയാറില്ലേ? ഏതില്? മീൻസ് ആസിഡ് സോയിലില് അല്ലെ. മണ്ണിന്റെ pHഉം ഘടനയൊക്കെ നോക്കിയിട്ട് കുമ്മായൊക്കെ ചേർക്കാൻ പറയാറുണ്ട്. Acidity in the soil. It can be possible only if the property of the soil അല്ലെ. മണ്ണിന്റെ ഗുണം മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് ഇത് ആഡ് ചെയ്യാൻ പറ്റുള്ളൂ. pH value. Take equal quantity of dilute HCl, sodium hydroxide solution, distilled water in 3. അപ്പൊ 3 ടെസ്റ്റ് ട്യൂബ് എടുത്തു. അതിൽ എന്തൊക്കെ നമ്മൾ ആഡ് ചെയ്തു?
dilute HCl add ചെയ്തു, പിന്നെ sodium hydroxide, പിന്നെയോ distilled water അല്ലേ. Use red litmus paper and blue litmus paper to find out the nature. അപ്പോൾ റെഡും ബ്ലൂവും നമ്മൾ എടുത്തു, എന്തിനു വേണ്ടിയിട്ടാണ്? അത് ആസിഡ് ആണോ ആൽക്കലി ആണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്. ഓൾസോ ആഡ് 2 or 3 drops of phenolphthalein solution to the അല്ലേ. പിന്നെ 3 ടെസ്റ്റ് ട്യൂബിലേക്ക് നമ്മൾ എന്തെടുത്തത്? phenolphthalein solution ആഡ് ചെയ്തു. Do you notice any color change in distilled water? Distilled water ഒരു കളർ ചേഞ്ചും നമ്മൾ കാണില്ല. കാരണം എന്താ? വെള്ളം ന്യൂട്രൽ ആണ് അല്ലെ, ആസിഡും ബേസും അല്ല, ന്യൂട്രൽ പ്രോപ്പർട്ടി ആണ്. Equal amount of H plus and OH minus are formed in the neutral solvent water due to slight ionization. When a little acid is added to water, what happens if alkali it is added up? Acid ആവുമ്പോൾ H plus increase, alkali ആവുമ്പോൾ എന്താവും? H plus, basis H minus. Determination of pH in scientific method of finding the acidic and alkaline nature of substances. The Danish scientist Sorensen devised the pH scale for this. pH scale was devised based on the H plus ion concentration in the solution. Observe the diagrammatic representation of the pH. അപ്പോൾ ഒരു pH scale വരയ്ക്കുമ്പോൾ 0 to 14 reading എടുക്കുകയാണെങ്കിൽ coming under 7 it is neutral, less than 7 it will be acid, greater than 7 it will be base. What is the pH value for a neutral solution? The pH value is 7. What is the nature of the solution? Having pH value more than 7 it will be alkaline and less than 7 it is acid. The pH scale, it is a method used to express the acidic basic nature of the substance based on the amount of H plus ions present in the aqueous solution. അപ്പോൾ എത്രമാത്രം H plus ions ഒരു സൊല്യൂഷനിൽ പ്രസന്റ് ചെയ്തിട്ടുണ്ട് അതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും pH. On the basis of the pH scale, the pH value of a neutral solution is 7. For neutral solution, the pH value is 7, and acid it is less than 7, and base it is greater than 7. pH value of different solution can be found out and compared. A pH paper, pH solution, pH meter. Add a drop of pH solution to a solution whose pH is to be determined, or dip the pH paper into it. pH value അല്ലേ, ഇവിടെ തന്നിട്ടുണ്ട് 14 വരെയുള്ള pH values തന്നിട്ടുണ്ട്. That is 1 to 7 it is having different ranges. A color range it is shown here. Coming to 8 to 14, that is a blue color, blue shade, depending upon the pH differences. Substance using the pH paper. Name of the substance, it is the vinegar. Then we have to find the color of the pH paper depending upon the value. That is vinegar it is less than 7, that is acid. Lime water എന്ന് പറയുമ്പോൾ greater than 7 it is base. Dilute hydrochloric acid it is less than 7, it is an acid. For water no color change. Why? Because water it is a neutral solution having a pH value of 7. Washing soda solution it is an alkali, അപ്പോൾ greater than 7. Ammonium alkali ആണ് അല്ലേ, അപ്പോൾ greater than 7. Potassium nitrate neutral 7, no color change. Sodium chloride also no color change. Neutral ആവുമ്പോൾ എന്താണ്? 7 ആണ് അതിന്റെ pH value. pH meter. pH meter is a device used for the determination of the pH. pH meter എന്തിനാ ഉപയോഗിക്കുന്നത്? നമ്മൾ pH determine ചെയ്യാൻ. Voltage between two electrodes. അപ്പോൾ അതിൽ എന്തുണ്ട്? pH meterൽ എങ്ങനെ മെഷർ ചെയ്യുക? 2 electrodes ഉണ്ട് അല്ലേ. Convert into equivalent pH value. The probe is most important part of the probe എന്ന് പറയുന്നതാണ് എന്ത്? അതിലെ most important part. It is a sensor attached to the end of the rod like portion made of glass. അതായത് സെൻസർ ആണ് അതിൽ അറ്റാച്ച് ചെയ്തിരിക്കുന്നത് അല്ലെ. റോഡ് ലൈക്ക് പോർഷൻ എന്താണ്? സെൻസർ ആണ്. അത് എന്തുകൊണ്ട് ഉണ്ടാക്കിയത്? ഗ്ലാസ് കൊണ്ട് ഉണ്ടാക്കിയതാണ്. pH is measured by dipping the probe in the solution. pH എങ്ങനെ മെഷർ ചെയ്യുക? ആ സൊല്യൂഷനിലേക്ക് ഈ പ്രോബ് ഡിപ്പ് ചെയ്തിട്ടാണ് നമ്മൾ pH മെഷർ ചെയ്യുക. Is it the acidic nature or basic nature that increases with increase in the pH value? Does the amount അല്ലെ acidic or basic nature ആണോ എന്നാണ് ചോദ്യം. Does the amount of hydrogen ions increase or decrease with an increase in the pH value? pH of soil is an important factor അല്ലെ. മണ്ണിന്റെ pH value അറിഞ്ഞാൽ മാത്രമേ നമുക്ക് അതിൽ alkaline media add ചെയ്യാൻ പറ്റൂ. It is important to identify whether the soil is suitable for particular crop. Acidic soil is suitable for some crops while basic. അപ്പോൾ ചില ക്രോപ്സിൽ എന്താണ്? acidic nature ആവശ്യമാണ്, വേറെ ചിലതിനാണെങ്കിൽ basic nature. Better to determine the pH of soil before farming. Agriculture crops and pH value.
The nature of soil is not the same everywhere on the earth's surface. എല്ലായ്പ്പോഴും സെയിം ആയിരിക്കില്ല. There exists a relation. എന്താണ് സോയിലിന്റെയും ക്രോപ്പിന്റെയും നേച്ചർ എക്സിസ്റ്റ് ചെയ്യും. This is the reason for the diversity. ഇതുകൊണ്ടാണ് പലതരത്തിലുള്ള ക്രോപ്സ് പല സോയിൽ സ്യൂട്ടബിൾ ആവുന്നത്. The weather at a particular place, the availability of water, weather, കാലാവസ്ഥ, പിന്നെ വെള്ളത്തിന്റെ ലഭ്യത, nature of soil, ഇതൊക്കെ ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസ് ചെയ്തിരിക്കും. Soil having pH in the range of 6. സോയിലിന് pH range എന്താണ് 6.5 to 7.2. And a pH of 7 to 8 is suitable for. ചില pH ഏതൊക്കെയാണ് 7 to 8 എന്ന് പറയുമ്പോൾ ഏതാ ക്യാരറ്റ്, ക്യാബേജ്, അതിനൊക്കെ എത്രയാണ് വേണ്ടത് pH 7 to 8 ആണ് അതിന്റെ pH റിക്വയർഡ്. Soil pH value about 5 is suitable for crops like 5 എന്തിനാണ് suitable? Crops like potato ആണ് 5 suitable. Salts. What are the products of the reaction between dilute hydrochloric acid and sodium hydroxide? Sodium hydroxide ഉം HCl ഉം react ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുക? Sodium chloride ഉം H2O. Name the product formed when the common component of an acid and the common component of an alkali combine together. That is, we will get water. What is the positive ion present in the sodium hydroxide? Na plus. Negative, it is OH. Present in hydrochloric acid is Cl minus. Write the chemical formula of the compound formed by the combination of the two ions. Chemical formula means it is sodium hydroxide and hydrochloric acid. NaOH and HCl gives NaCl2 and H2O. Sodium chloride is a salt that is formed by the reaction between HCl. Sodium chloride എങ്ങനെ ഫോം ചെയ്തത്? HCl ഉം NaOH ഉം റിയാക്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് NaCl and H2O. Neutralization is a process in which acid and alkali react. അല്ലേ? ന്യൂട്രലൈസേഷനിൽ എന്താ സംഭവിക്കുക? ഇറ്റ് ഈസ് ആസിഡും ആൽക്കലിയും റിയാക്ട് ചെയ്യും. എന്ത് ഫോം ചെയ്യാൻ? സോൾട്ടും വെള്ളവും ഫോം ചെയ്യാൻ വേണ്ടിയിട്ട് ആസിഡ് ആൻഡ് ആൽക്കലി റിയാക്ട് ചെയ്യാം. Complete the equation for the reaction between dilute sulfuric acid and magnesium hydroxide. Magnesium hydroxide plus sulfuric acid. നമുക്ക് എന്താ കിട്ടുക? Magnesium oxide plus water. അല്ലേ? Identify the salts in the table. That is magnesium chloride. Chemical formula is MgCl2. Acid ആയിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ എന്ത് ഫോം ചെയ്യും? Magnesium acid HCl. ആൽക്കലി ആവുമ്പോൾ MgOH twice. Calcium sulfate CaSO4. ഏത് ആസിഡ് ആയിട്ട് റിയാക്ട് ചെയ്യുക? H2SO4 ആയിട്ട് റിയാക്ട് ചെയ്തിട്ട് കാൽഷ്യം ഹൈഡ്രോക്സൈഡ് ഫോം ചെയ്യും. CaOH twice. Aluminum sulfate, that is Al2SO4 thrice. It reacts with sulfuric acid H2SO4 forms AlOH thrice. Sodium nitrate NaNO3. It reacts with HNO3. NaNO3 reacts with HNO3 form NaOH. NaNO3 reacts with HNO3. It forms NaOH, sodium hydroxide. Potassium phosphate K3PO4 reacts with phosphoric acid H3PO4 gives forms KOH. Salts dissociate into positive and negative ions when dissolved in water or when melted. Name and symbol of the positive and negative ions are given. Name of positive ions. Potassium ion K+, zinc ion Zn2+, ferrous ion Fe2+, ferric. Ferrous ആവുമ്പോൾ 2+, ferric ആവുമ്പോൾ എന്താണ് 3+. Cuprous plus, cupric 2+. Cuprous it is plus, cupric it is 2+, ferric it is 3+. Ammonium ion NH4+, manganese ion Mn2+. Hydroxide OH minus, carbonate CO3 2-, bicarbonate HCO3 minus, nitrate NO3 minus, sulfate SO4 2-, bisulfate HSO4 minus, phosphate PO4 3-, dihydrogen phosphate H2PO4 minus. Sodium chloride NaCl. Positive ion is Na plus, negative ion is Cl minus. Magnesium sulfate. Positive ion is Mg2 plus, negative it is SO4 2-. Calcium carbonate CaCO3, Ca2 plus and CO3 2-. Then coming under it is zinc sulfate, ZnSO4
Zn2 plus SO4 2 minus. What is the number of positive ions in the molecule of NaCl? It is 1. Negative in NaCl is 1. Then what would be the sum of the charges? That is positive 1 and negative 1. The sum will be 0. What is the number of positive ions in MgCl? It is 1. MgCl to negative ions is 2. So the sum of the charges will be 0. Salts are electrically neutral. The sum of the charge will be positive in a salt. Electrically neutral ആണ്. അതുകൊണ്ട് sum of the charges എപ്പോഴും എന്തായിരിക്കും? 0 ആയിരിക്കും. While writing the chemical formula, first write the symbol of the positive. അപ്പോൾ ആദ്യം chemical formula എഴുതുന്ന സമയത്ത് നമ്മൾ എന്താ ചെയ്യേണ്ടത്? ആദ്യം എന്തിന്റെ പോസിറ്റീവ് അയോൺസിന്റെ symbol ഇടണം. Then the negative ion. Write the number of indicating the charge of ion as subscript after interchanging. Different stages in the chemical formula of the compounds is given of magnesium ion. Magnesium ion Mg2 plus with phosphate ion പറയുമ്പോൾ PO4 3 minus and carbonate PO4 3 minus 3 minus and carbonate CO3 2 minus Mg2 plus PO4 3 minus, that is Mg3 PO4 twice Mg2 plus PO3 2 minus, that is shifting take place. Some positive and negative ions are given in the table. Write the chemical formula. Positive ion is calcium Ca2 plus, ammonium NH4 plus, negative chloride sulfate SO4 2 minus, phosphate PO4 3 minus. Use of salts. It is essential for the growth of the plants and for many other properties. The salts is been required. Fertilizer ആയിട്ട് യൂസ് ചെയ്യുന്നത് അമോണിയം സൾഫേറ്റ് അല്ലേ, NH4 twice SO4, potassium chloride KCl, sodium nitrate NaNO3. Table salt. Name of the table salt: sodium chloride NaCl. It is a mixing of freezing mixture. It is used as a freezing mixture and also as a preservative. Then Slivine muriate of potassium chloride. Then they use it is also used as a for the treating of the BP patient and also as fertilizer. Potassium chloride. Blue vitriol copper sulfate CuSO4 5H2O. It is used as a fungicide and also as an electrolyte. That is, blue vitriol or copper sulfate is used as a fungicide and also as an electrolyte. Baking soda sodium bicarbonate NaHCO3, that is used for making a food product ആയിട്ട് യൂസ് ചെയ്യും. പിന്നെയോ fire extinguisher, food product fire extinguisher, food product and also a fire extinguisher. Washing soda sodium carbonate, baking soda പറയുമ്പോൾ sodium bicarbonate NaHCO3, washing soda എന്ന് പറയുമ്പോൾ sodium carbonate Na2CO3 10H2O, that is sodium bicarbonate. Baking soda, it is used for making food products and fire extinguisher. Food product പിന്നെന്താണ് fire extinguisher ആയിട്ടും യൂസ് ചെയ്യാം. Washing soda sodium carbonate Na2CO3 10H2O, Na2CO3 10H2O manufacture of glass and also for cleaning. Gypsum calcium sulfate CaSO4 2H2O, plaster of Paris and also as a cement it is used. These are the substances we have learned in this chapter, that is name of the salt, different types of salt it is given, and what are the chemical names, chemical formula and their uses. That's all about this chapter. If you are interested, please do like, share and subscribe my channel. Okay, thank you.